ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും ഇന്ന് മാലാഖ നോവലിന്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ജിബിയ അമ്പഴത്തിങ്കൽ വീട്ടിൽ ചെന്നപ്പോൾ പവിത്ര അവിടെയില്ല. അവള് വെട്ടിപ്പറമ്പിന് പോയേക്കുവോ മുത്തശ്ശിയുടെ അടുത്ത് അജിതാമ്മ പറഞ്ഞു. അവിടെ എന്നാ വിശേഷം? ഒന്നുമില്ല, അമ്മയ്ക്ക് അവളെ കാണണമെന്ന് പറഞ്ഞു. അവൾ അവിടല്ലേ വളർന്നതും പഠിച്ചതും. എപ്പോ വരും തിരിച്ച്? അവൾ അവിടെ ചെന്നാ അവര് വിടത്തില്ലെന്നേ. എൻ്റെ അമ്മയ്ക്ക് അവളെന്ന് വെച്ച ജീവനാ. എൻ്റെ ആങ്ങളമാർക്കും അങ്ങനെയാ. ഞങ്ങളുടെ കുടുംബത്തെ ആദ്യം ഉണ്ടായ പെങ്കൊച്ചല്ലേ. ആണോ? ജിബിയ വെറുതെ ചോദിച്ചു. പവിത്രയെ കാണാൻ പറ്റാത്തതിൽ അവൾക്ക് നിരാശ തോന്നി. അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? ഡിഗ്രിക്ക് ചേരാൻ പോവാണോ, അതോ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സിന്? എൻ്റെ മോളെ, അതൊക്കെ അവളുടെ ഓരോരോ ആശകളല്ലേ. ഇളവര് രണ്ടുപേരെയും അവളുടെ അത്ര പഠിപ്പിക്കാണ്ടായോ? ഞാനിവിടെ ഇരുന്ന് തയ്യൽ മെഷീൻ ചവിട്ടിയ എല്ലാത്തിനും തികയോ? പവിത്രയുടെ അച്ഛൻ നോക്കിയാൽ പറ്റത്തില്ലേ? അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം പഠിക്കണം എന്നല്ലേ. ആശിക്കാൻ ആർക്കാ വയ്യാത്തെ? അവളുടെ പ്രായത്തിൽ എനിക്കും ഉണ്ടായിരുന്നു ഒരുപാട് ആശകളൊക്കെ. പെണ്ണിന്റെ ജീവിതം അവരാഗ്രഹിക്കുന്ന പോലെയല്ലല്ലോ. കുടുംബത്തിലെ ആണുങ്ങളെ കയ്യിലല്ലേ എല്ലാം. പവിത്ര ഒന്നിനും ചേരാതെ ഇവിടെ വെറുതെ കഴിയട്ടെ എന്നാണോ? ജിബിയ വല്ലായ്മയോട് ചോദിച്ചു. അവളുടെ കല്യാണം നടത്തിയാലെന്ന് ആലോചിക്കുന്നത്. എൻ്റെ അമ്മയുടെ ആങ്ങളമാരും അതാ പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ ചെയ്യുകയും ചെയ്യും. എൻ്റെ ഈശോയെ, ഇത്രയും കൊച്ചിനെ അതിനെ പിടിച്ച് കെട്ടിക്കാനോ? ജിബിയ അമ്പരപ്പിൽ ചോദിച്ചു. എൻ്റെ കല്യാണം 16-ാമത്തെ വയസ്സിലായിരുന്നു. അവൾക്കിപ്പോൾ 18 കഴിഞ്ഞില്ലേ. 19 നടത്തിയില്ലെങ്കിൽ പിന്നെ 29 കഴിയണമെന്നാ ജാതകത്തിൽ. ഷേ, എന്തിനാ ഈ ജാതകമൊക്കെ നോക്കാൻ പോണത്? ഞങ്ങളാരും നോക്കാറില്ലല്ലോ. അത് നോക്കാത്തതുകൊണ്ട് കുഴപ്പം. അതിന്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ല. അവളെ ഇപ്പോഴേ കല്യാണം കഴിപ്പിക്കല്ലേ അജിതാമേ. അവള് പഠിച്ചോള്. അവളെ മിടുക്കിയല്ലേ. അവളെ കല്യാണം കഴിക്കാൻ കൊതിച്ച് ചെക്കന്മാർ ക്യൂ നിൽക്കും. സുന്ദരിയല്ലേ അവള്. നമ്മളെന്തിനാ വെടിമരുന്ന് വീട്ടിനകത്ത് വെച്ചോണ്ടിരിക്കുന്നത്? കെട്ടിച്ചു വിട്ടാ ആ ഉത്തരവാദിത്വം തീർന്നില്ലേ. എന്നാ സുന്ദരിയാണേലും പൊന്നും പണവും കൊടുക്കാതെ ആരും കെട്ടിക്കൊണ്ടു പോകത്തില്ല. കഷ്ടമുണ്ട് കേട്ടോ. ജിബിയയ്ക്ക് വ്യസനമായി. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. എൻ്റെ കാലിന് വയ്യാണ്ടായ ഈ കുടുംബം പട്ടിണിയാ. ഇപ്പോൾ തന്നെ മുട്ടിന് വേദനയും കാൽപ്പത്തിക്ക് നീരും വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ജിബിയയ്ക്ക് അജിതാമ്മയോട് അലിവ് തോന്നി. ആ അമ്മ എത്ര കഷ്ടപ്പെട്ടാണ് കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് അവൾക്കറിയാം. അവയ്ക്ക് വലിയ സങ്കടമാവൂലേ? എനിക്കും അങ്ങനെയായിരുന്നു. പക്ഷെങ്കിൽ അന്ന് വേറെ നിവൃത്തിയില്ല. പെൺകുട്ടികളുടെ ജീവിതം ഇങ്ങനെ കുറച്ചു കഴിയുമ്പോൾ അങ്ങ് പൊരുത്തപ്പെട്ടോളും, അജിതാമ്മ പറഞ്ഞു. ഈ പറയുന്ന നീ കല്യാണം കഴിക്കാൻ പോകുമല്ലേ? നിനക്കും അവൾക്ക് ഒരേ പ്രായമല്ലേ? എനിക്ക് പഠിക്കണ്ട. കല്യാണം കഴിച്ച ആളുടെ കൂടെ പോയാൽ മതി. ഞാൻ പഠിച്ചാലും ഇല്ലെങ്കിലും റോബിച്ചായൻ എന്നെ ജോലിക്കൊന്നും വിടത്തില്ല. പിന്നെന്തിനാ വെറുതെ? അത് നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചോ? ഇല്ല, റോബിച്ചായന്റെ വീട്ടുകാർക്ക് ഇപ്പൊ ഒത്തിരി ഇഷ്ടക്കേട്. ഞങ്ങൾ പാവങ്ങളല്ലേ. അവരും അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോ അവർക്ക് പൈസയൊക്കെ വേണമല്ലോ. ഇഷ്ടക്കേടുണ്ടെങ്കിൽ അത് പ്രശ്നമാണല്ലോ മോളെ. അതെല്ലാം പതിയെ മാറിക്കോളുന്നാ റോബിച്ചായൻ പറഞ്ഞത്. പക്ഷേ ആ വീട്ടിലോട്ട് കല്യാണം കഴിക്കുമ്പോ ആ നിലയ്ക്കുള്ള പൊന്നും പണവും ഒക്കെ കൊടുക്കണ്ടേ? അങ്ങനത്തെ കണക്കൊന്നും ഇന്നേ വരെ ഞങ്ങൾ രണ്ടു കൂട്ടരും തമ്മിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല മോളെ. കാര്യത്തോടടുക്കുമ്പോൾ അറിയാം ആൾക്കാരുടെ മനസ്സിലിരിപ്പ്. ജിബിയ മറുപടിയൊന്നും പറഞ്ഞില്ല. റോബിൻസിന്റെ പപ്പ എതിർപ്പ് പറഞ്ഞതിൽ ഒരാശങ്ക മനസ്സിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. മുൻപ് അങ്ങനെ ഇല്ലായിരുന്നു. ഇവിടം വരെ വന്നിട്ട് അവളെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. ജിബിയ വിഷയം മാറ്റി. ഫോണിൽ കൂടെ ഒന്ന് വിളിച്ചിട്ട് വന്നാൽ പോരായിരുന്നോ? അജിതാമ്മ ചോദിച്ചു. വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്താ. അന്നേരം അതിൽ പൈസയില്ല. പപ്പാടെ ഫോൺ ചോദിക്കാൻ മടിയാ. മമ്മിയുടെ ഫോണിലാണെങ്കിൽ ഒരിക്കലും പൈസയില്ല. പവിത്ര വരുമ്പോൾ ഞാൻ വന്നിരുന്നു എന്ന് പറയണോ? തിരികെ പോരുന്നതിന് മുമ്പ് ജിബിയ അജിതാമ്മയോട് അഭ്യർത്ഥിച്ചു. മടത്തിപ്പറമ്പുകാരുടെ റബ്ബർ തോട്ടത്തിൽ വെച്ച് റോബിൻസുമായി ഒരു കൂടിക്കാഴ്ച പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായി റോബിൻസിന് എന്തോ ഒരു മാറ്റം വന്നതുപോലെ ഒരു തോന്നൽ ജിബിയുടെ ഉള്ളലയ്ക്കുന്നുണ്ട്. പഴയതുപോലെ സ്വതന്ത്രമായി കാണാനും മിണ്ടാനും വിലക്കുണ്ടെന്ന് ശരി തന്നെ. പക്ഷെ എന്ത് വിലക്കുണ്ടെങ്കിലും ആറിന്റെ അക്കരയ്ക്കരെ താമസിക്കുന്നവർക്ക് തമ്മിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ അനേകം ഉപാധികളുണ്ട്. ആറ്റിൽ കുളിക്കാനെത്തുമ്പോൾ
പാറപ്പുറത്ത് കയറി നിന്നിട്ടുള്ള ചില ആംഗ്യ വിക്ഷേപങ്ങൾ, വീട്ടിലെ ടെറസിന് മുകളിൽ നിന്ന് കാണിക്കുന്ന ചില അടയാളങ്ങൾ. മമ്മിയുടെ ഫോൺ കൈക്കലാക്കി ഞാനൊരു SMS അയക്കുമ്പോൾ ഞൊടിയിടയിൽ അതിന് കിട്ടുന്ന മറുപടികൾ. തനിക്ക് സ്വന്തമായി ഫോണില്ലെങ്കിലും റോബിൻസിന് ഫോണുണ്ട്. താൻ അയക്കുന്ന മെസ്സേജിന് മറുപടി തരാൻ ഒട്ടും അമാന്തിക്കേണ്ട കാര്യമില്ല. റോബിൻസിന് അറിയാം മമ്മിയുടെ ഫോൺ 10 മിനിറ്റ് കൂടുതൽ തനിക്ക് കൈവശം വയ്ക്കാൻ പറ്റില്ല എന്നത്. എന്നാൽ ഇപ്പോൾ താൻ അയക്കുന്ന മെസ്സേജിന് മറുപടി വരാൻ വൈകുന്നു. 2-3 മെസ്സേജുകൾക്ക് ശേഷമാണ് മറുപടി കിട്ടുക. ഉടൻ അയക്കാതിരുന്നത് എന്തെങ്കിലും കാരണങ്ങളും. ഇന്ന് ഇതിനെല്ലാം ശരിയായ ഉത്തരം കിട്ടണം. ഇതും വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ്. അതവൾക്ക് അങ്ങനെയാണ് തോന്നിയത്. അതെല്ലാം ഓർത്തു നടക്കവേ കല്ലുവെട്ടാൻകുഴിയുടെ ഭാഗത്തുനിന്ന് ഒരു ചൂളം വിളി കെട്ടി. ജിവിയ മുഖമുയർത്തി നോക്കി. റോബിൻസ്. ആരെങ്കിലും വഴിപോക്കർ പരിസരത്തുണ്ടോ എന്നവൾ നാലുപാടും ശ്രദ്ധിച്ചു. പിന്നെ റോബിൻസ് നിൽക്കുന്നിടത്തേക്ക് ചെന്നു. അവന്റെ മുഖം കണ്ടെത്തപ്പോൾ തന്നെ അവളുടെ നെഞ്ചു പിടിച്ചു. രണ്ടുപേരും കല്ലുവെട്ടാൻകുഴി എന്നറിയപ്പെടുന്ന ഭൂഗർഭ അറയിലേക്ക് ഇറങ്ങി. ആരും കാണാതെ പരസ്പരം നോക്കി നിന്നു. ജിവയ്ക്ക് 100 പരാതികൾ റോബിൻസിനോട് പറയാനുണ്ടായിരുന്നു. അവനാണെങ്കിൽ ആരൊക്കെയോ അവനെ വേട്ടയാടി പിടിച്ചിരിക്കുന്നു എന്നപോലെ അക്ഷമനും പരിഭ്രാന്തനുമായിരിക്കുന്നു. എനിക്ക് കട്ട് വിളിക്കാൻ പോലും പറ്റത്തില്ല. മമ്മിയുടെ ഫോണിൽ നിന്ന് ₹1 കുറഞ്ഞ മമ്മിക്കറിയാം. SMS അയക്കണ പോലും പേടിച്ച ജീവയെ എവിടെയോ പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കിയെന്നോണം പറഞ്ഞു. ഞാൻ എന്നാ ചെയ്യാനാ? എന്നെ ഇടംവലം തിരിയാൻ സമ്മതിക്കില്ല പപ്പയും മമ്മിയും. റോബിൻസ് നിസ്സഹായത പ്രകടിപ്പിച്ചു. ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ റോബിച്ചായന് എന്നെ വിളിക്കാലോ? കൈ ഫോണില്ലേ? പഴയ പോലെയല്ല ബിയ കാര്യങ്ങളുടെ കിടപ്പൊക്കെ മാറി. എല്ലാവരും എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. റോബിച്ചായനെ ഇപ്പോൾ ഒരിടത്തും കാണാനില്ല. ആറ്റിൻകരയിലും വരാറില്ല, ടെറസിന്റെ മുകളിലും കാണാറില്ല. റോബിച്ചായൻ എന്നെ നോക്കുന്നേയില്ല. ബിയ, ഉള്ള സത്യം തുറന്നു പറയാലോ. അമ്മാച്ചന്മാര് പാലായെന്ന് എനിക്കൊരു കല്യാണാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കരമായി പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുക. ദിവ്യയ്ക്ക് തന്റെ നെഞ്ച് പൊട്ടിപ്പോകുമെന്ന് തോന്നി. ശ്വാസത്തിന്റെ ഒരു വലിയ കുമിള തൊണ്ടയിൽ കുടുങ്ങിക്കിടക്കുന്നു. അവര് പ്രഷർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ അല്പം മാറി നിൽക്കുന്നത്. പപ്പ പറഞ്ഞിരിക്കുന്നത് മറ്റേ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളാനാ. പപ്പയുടെ സ്വത്തിൽ നിന്ന് ഒരു 5 പൈസ പോലും തരത്തില്ലെന്ന്. ചേട്ടനും എന്നെ വിളിച്ചു പറഞ്ഞു. ചിക്കാഗോയിൽ ജോലി ചെയ്യാൻ നോക്കണ്ടെന്ന്. ഞാനെന്ത് ചെയ്യണം? നീ പറ ബിയ. നീ പറയുന്നത് പോലെ ചെയ്യാം. ബിയയുടെ കണ്ണുകൾ നീർക്കണങ്ങൾ വന്നു മൂടി. നീ എന്താ മിണ്ടാത്തെ? എൻ്റെ അവസ്ഥയും കൂടി കാണേണ്ടത് നീയല്ലേ? ജിവയ്ക്ക് അവിടെ നിന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. ഞാൻ പറയുന്നത് പോലെ ചെയ്യോ റോബിച്ചാൻ? നീ പറ, കേൾക്കട്ടെ. തറവാട് റോബിച്ചായൻ അവകാശപ്പെട്ടതല്ലേ? ആ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വരരുത്. റോബിച്ചാനെ കിട്ടാനുള്ള സ്വത്ത് 1 പൈസ പോലും നഷ്ടപ്പെടുത്തരുത്. അമ്മാച്ചന്മാർ കാണിച്ചു തരുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം. എന്നിട്ട് അതിനെയും കൊണ്ട് അമേരിക്കയിൽ പോയി ജോലി ചെയ്യണം. ബിയ, നീയും കൂടെ എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പൊയ്ക്കോളാം. വായി പൊത്തി കരച്ചിൽ മറച്ചുകൊണ്ട് അവൾ ഓടി. കല്ലുവട്ടാൻകുഴിയിൽ നിന്നും കരകയറി. റോബിൻസ് പുറകിൽ നിന്നും 2 തവണ വിളിച്ചെങ്കിലും അവൾ തിരിഞ്ഞു നോക്കാതെ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ ഓടി. പവിത്രയെ സ്റ്റോളിന്മേലിരുത്തി അവളുടെ സമൃദ്ധമായ മുടിയിൽ എണ്ണ പുരട്ടി അകന്ന പല്ലുകളുള്ള വലിയ ചീപ്പ് കൊണ്ട് പൊടിചീകി ഒതുക്കുന്നതിനിടയിൽ ഇന്ദിരാമ്മ പറഞ്ഞു, മോളെ, കല്യാണം എന്നൊക്കെ പറയണത് ഭൂമിയിലിരുന്ന് മനുഷ്യന്മാര് തീരുമാനിക്കുന്നതാ. മോളിലിരുന്ന് ഈശ്വരൻ നിശ്ചയിക്കണത്. പിന്നെ പണ്ടൊക്കെ ശൈശവ വിവാഹങ്ങളല്ലേ നടന്നുകൊണ്ടിരുന്നത്. അതെല്ലാം ഈശ്വര നിശ്ചയമായിരുന്നു. കല്യാണപ്രായം 18 വയസ്സെങ്കിലും വേണമെന്ന് കോടതി നിശ്ചയിച്ചപ്പോൾ ഈശ്വരൻ ഉടനെ അതിന് വഴങ്ങിക്കൊടുത്തു. ചുമ്മാ ഓരോന്ന് പറയില്ല മുത്തശ്ശി. പിന്നിലെ കസേരയിലേക്ക് ഇരുന്ന് മുടി ചീകുന്ന മുത്തശ്ശിയെ പാളി നോക്കിക്കൊണ്ട് പവിത്ര തർക്കം പറഞ്ഞു. നിഷേധം പറയില്ല കുട്ടി. എല്ലാരും കൂടി എന്റെ കല്യാണം നടത്താൻ എന്തിനാ ഇത്ര ഉത്സാഹിക്കണമെന്നാണ് എനിക്ക് മനസ്സിലാകാത്തെ. ഞാൻ അത്രയ്ക്ക് വലിയ ഭാരമാണോ നിങ്ങൾക്ക്? എന്റെ മോളെ, നിനക്ക് വേറെ മുഹൂർത്തം ഉണ്ടാവണമെങ്കിൽ 29 കഴിയണമെന്നാണ് ജോത്സ്യര് ജാതകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. 22, 23 വയസ്സ് വരെ പോയാൽ എന്താ കുഴപ്പം? ആ സമയത്ത് മുഹൂർത്തങ്ങളൊക്കെ എവിടെ പോയി വിളിക്കും? കുഞ്ഞെ, നിന്റെ ജന്മനക്ഷത്രം, ജനിച്ച സമയം എല്ലാം കണക്കുകൂട്ടി നോക്കിയിട്ട് എഴുതണതാ ജാതകം. അതിന്
തെറ്റുപറ്റാറില്ല. അപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ലോകത്തുള്ള അവരല്ലേ കൂടുതൽ? അവരാണ്ട് മുഹൂർത്തം നോക്കണ്ട. അവർക്കറിയാഞ്ഞിട്ട് അതിൻ്റെ ദോഷഫലങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ആരറിയുന്നു? ഞാനോർത്ത് മുത്തശ്ശിയെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് പഠിച്ചാൽ മതിയായിരുന്നു. നീയാണോ കുട്ടി ഇതൊക്കെ തീരുമാനിക്കണേ? കാരണവന്മാരല്ലേ, അവർ പറയണത് അനുസരിക്കുക. അതാ നല്ല പെൺകുട്ടികളുടെ ഒന്നാമത്തെ ലക്ഷണം. പവിത്ര തൻ്റെ സഹപാഠികളെക്കുറിച്ച് ഓർത്തു. അവർ പഠിക്കാൻ പോകുന്ന വിവിധ കോഴ്സുകളെ പറ്റി ചിന്തിച്ചു. തൻ്റെ ജീവിതം തീരുകയാണെന്നൊരു ഭീതി. വൈകുന്നേരം വില്ലേജ് ഓഫീസിലെ ജോലി കഴിഞ്ഞെത്തിയപ്പോൾ ശിവരാജൻ അമ്മയോട് അച്ഛനോടും പറഞ്ഞു, പവിത്രമോളെ കാണാൻ ചങ്ങനാശ്ശേരിക്കാർ നാളെ വരുന്നു. ഇന്ദിരാമയ്ക്ക് സന്തോഷമായി. സത്യാനന്ദനൊന്ന് മൂളി തലയാട്ടി. അച്ഛനെന്താ ഒന്നും പറയാത്തെ? ശിവരാജൻ ചോദിച്ചു. അവര് വന്ന് കാണട്ടെ. കാണാനൊന്നുമില്ല അച്ഛത. അവരെത്ര തവണ പവിത്രമോളെ കണ്ടേക്കുന്നു. അവർക്ക് വലിയ താല്പര്യമാണ്. ആ ചടങ്ങ് നടന്നോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് അവര് വരുന്നത്. അപ്പോഴും സത്യാനന്ദനൊന്നും പറഞ്ഞില്ല. തൻ്റെ ഭാര്യയുടെ സന്തോഷത്തിന്റെ അർത്ഥം അയാൾക്കറിയാം. ഇന്ദിരാമ്മയുടെ സഹോദരന്റെ ഭാര്യയുടെ അനുജത്തിയുടെ കുടുംബമാണ് ഈ ചങ്ങനാശ്ശേരിക്കാർ എന്ന സംബോധനയിലുള്ളത്. ഈ വീട്ടിലെ പ്രധാന ചടങ്ങുകൾക്കെല്ലാം ചങ്ങനാശ്ശേരിക്കാരെ വിളിച്ചു വരുത്തുകയും ക്ഷണിക്കുകയും അവരെ വന്ന് സഹായിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട്. നല്ല കുടുംബം. ആ ചെക്കനെ കാണാനും എടുക്കന. എൻ്റെ ആങ്ങളുടെ ബന്ധുക്കളായതുകൊണ്ട് പൊക്കി പറയണതല്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും അറിയുന്ന ആൾക്കാരല്ലേ, ഇന്ദിരാമ്മ പറഞ്ഞു. മുത്തശ്ശിയും മുത്തശ്ശനും ശിവരാജൻ മാമനും കൂടി തൻ്റെ തലയിലെഴുത്ത് രൂപപ്പെടുത്തുന്നത് കണ്ട് പവിത്ര നിശബ്ദയായി നിന്നു. സ്കൂൾ വിട്ടെത്തിയ ശിവരാജന്റെ കുട്ടികൾ മുറ്റത്ത് ക്രിക്കറ്റ് കളിക്കാൻ അവളെ വിളിച്ചു കൊണ്ടുപോയി. രാത്രി അത്താഴം കഴിഞ്ഞ് പാത്രം കഴുകിക്കൊണ്ട് അടുക്കളയിൽ നിൽക്കുമ്പോൾ പവിത്ര ശിവരാജന്റെ ഭാര്യ ശ്യാമളയോട് ചോദിച്ചു, മാമിയെങ്കിലും എനിക്ക് വേണ്ടി ശിവരാജൻ മാമനോട് രമേശൻ മാമനോടും പറയുമോ? 2-3 വർഷം കഴിഞ്ഞ് മതി കല്യാണം. ഒക്കെ അവര് തീരുമാനിച്ചു കഴിഞ്ഞു മോളെ. ജാതക പ്രശ്നം. 29ാമത് വയസ്സിൽ കല്യാണം വേണ്ടാന്ന് വെച്ച് വൈകിപ്പോയാലുണ്ടല്ലോ. ഇപ്പൊ മാമന്മാരും അവരുടെ അച്ഛനും ഒക്കെ സഹായത്തിനുണ്ട്. 10 കൊല്ലം കഴിയുമ്പോൾ എല്ലാവരും തൻകാരം നോക്കി പോയാലോ? ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് എന്നോട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണെന്ന്, സ്നേഹമാണെന്ന്. ഞാനൊരു ഭാരമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെയൊന്നും പറയില്ല പവിത്രമോളെ. എല്ലാവർക്കും നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ നല്ലൊരു ഭർത്താവിനെ കിട്ടുന്നതല്ലേ ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യം. പവിത്രയ്ക്ക് ഇതിനുമപ്പുറം ഒന്നും പറയാനുള്ള മനക്കരുത്തില്ല. ഈ വീട്ടിൽ താമസിച്ചാണ് പഠിച്ചതും വളർന്നതും. ഇവിടെയുള്ളവരാണ് സ്നേഹിച്ചതും ആവശ്യങ്ങൾ നിറവേറ്റി തന്നതും. മുത്തശ്ശിയും മുത്തശ്ശനും മാവന്മാരും ആണ് സ്വന്തം അച്ഛനെയും അമ്മേനേക്കാൾ തന്നെ തൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ. അടുത്ത ദിവസം ഉച്ചയോടുകൂടി ചങ്ങനാശ്ശേരിക്കാർ വന്നു. അതിനു മുമ്പ് ഇന്ദിരാമയും ശ്യാമളയും ചേർന്ന് പവിത്രയെ അണിയിച്ചൊരുക്കി. അല്ലെങ്കിൽ തന്നെ അഴകിന്റെ നിറകുടമാണ് പവിത്ര. പെണ്ണ് കാണലിന്റെ ഔപചാരികത ഒന്നുമില്ല, തമ്മിൽ പരിചയമുണ്ട്. മുൻപ് ചങ്ങനാശ്ശേരിക്കാരുകാർ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. പവിത്രയെ പണ്ടേ കണ്ട് ഇഷ്ടപ്പെട്ട് നോക്കി വച്ചിരുന്നതാണ്. പ്രദീപിനോട് പവിത്രയ്ക്ക് ഇഷ്ടക്കേടൊന്നും തോന്നിയില്ല, മുൻപും തോന്നിയിട്ടില്ല. നല്ല ചിരിയും സംസാരവും, കാണാൻ സുന്ദരൻ. പക്ഷെ മുതിർന്ന പുരുഷന്റെ ലക്ഷണമൊന്നുമില്ല. കോളേജിൽ പഠിക്കണയാണെന്നേ തോന്നും. 22 വയസ്സ്. ഈ ചെക്കന് കല്യാണപ്രായമായോ എന്നാണ് പവിത്രയ്ക്ക് ആദ്യം തോന്നിയത്. അടുത്ത ചടങ്ങെന്ന നിലയിൽ തങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ക്ഷണിച്ചിട്ട് ചങ്ങനാശ്ശേരിക്കാരൻ ഊണും കഴിച്ച് മടങ്ങിപ്പോയി. പവിത്ര നോക്കിയപ്പോൾ വീട്ടിലെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. തൻ്റെ ജീവിതം രക്ഷപ്പെട്ടു എന്ന മട്ടിലാണ് ഓരോരുത്തരും നോക്കുന്നതും പറയുന്നതും. ഒരുപക്ഷെ ഇതായിരിക്കും വിധി, തൻ്റെ വിധി എന്ന് അവൾ സമാധാനിക്കാൻ ശ്രമിച്ചു. ബിൻസി മുറിയിലേക്ക് വന്ന് ജിബിയെ കണക്കിന് ശകാരിച്ചു. ഇങ്ങനെ എപ്പോഴും കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കിടന്നാൽ മതിയോടി, അതുകൊണ്ട് എന്നത്തെങ്കിലും ഗുണമുണ്ടോ? ജിബിയ പിടഞ്ഞെഴുന്നേറ്റു. എന്നാ ഞാൻ പോയി ചത്തേക്കാം, അന്നേരം എല്ലാവർക്കും സമാധാനം കിട്ടൂല. വേണ്ടാതീനം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ചെകിടി ഞാൻ അടിച്ചു പൊട്ടിക്കും. ബിൻസി കയ്യിലിരുന്ന് തവി
അവളുടെ മുഖത്തിന് നേരെ ഒങ്ങിക്കൊണ്ട് ചെന്നു. മുട്ടയിന്ന് വിരിയുന്നതിന് മുൻപേ പ്രേമിക്കാനിറങ്ങിയ ഇങ്ങനൊക്കെ വരും. മിന്നുന്നതെല്ലാം പൊന്നാണെന്നല്ലേ വിചാരം? എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ പറഞ്ഞതല്ലേ അടി. പ്രേമവും മണ്ണാങ്കട്ടയൊക്കെ കളഞ്ഞിട്ട് നേഴ്സിംഗ് പഠിക്കാൻ പോകാൻ. അന്നേരം അവൾക്ക് ചെവി കേൾക്കത്തില്ല, കണ്ണ് കാണത്തില്ല. പ്രേമം തലയ്ക്ക് പിടിച്ചേക്കുമല്ലേ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എല്ലാരും കൂടി എന്നെ ഒന്ന് കൊന്നു തരുമോ? ദേഷ്യവും സങ്കടവും താങ്ങാനാവാതെ ജിബിയ ബിൻസിയുടെ നേർക്ക് കൈകൂപ്പി. പിന്നെ ചാകാനും കൊല്ലാനും വേണ്ടിയല്ലേ നിന്നെ ഞങ്ങൾ 18 വർഷം തീറ്റി വെള്ളവും തന്നു വളർത്തിയത്. എണീറ്റ് വന്ന് ആ മല്ലിയൊന്ന് കഴുകി വരി വെയിലത്ത് വെക്കടി. ഒരു പണിയും ചെയ്യണ്ട. ഉള്ളിയുടെ തൊലി പൊളിക്കോ മുളകിന്റെ ഞെട്ടുകളയോ ഒന്നും ചെയ്യില്ല. ഒരുത്തൻ പറ്റിച്ചു എന്ന് പറഞ്ഞ് കട്ടിലോട്ട് കമന്ന് കിടന്ന് ഒരാപ്പകലൊന്നുമില്ലാതെ കരഞ്ഞേച്ചാൽ മതിയല്ലോ. ഞാൻ ഇവിടുന്ന് ഒന്നും തിന്നുന്നുമില്ല, പോരെ? ജിബിയെ കയർത്തു. ഇവിടെ ഇങ്ങനെ പട്ടിണി കിടക്കാൻ പറ്റത്തില്ല. ജോലി എടുക്കണം, ഭക്ഷണം കഴിക്കണം, അത് നിർബന്ധം. എനിക്ക് വേണ്ടെങ്കിലോ? ജിബിയെ ചോദിച്ചു. എന്നതായിരുന്നടേ നിങ്ങളുടെ പ്രേമം? അതിന് വല്ല അർത്ഥമുണ്ടോ? നിനക്ക് ജീവിതം എന്താണെന്ന് അറിയാവോ? ദുരിതവും കഷ്ടപ്പാടും നീ അനുഭവിച്ചിട്ടുണ്ടാ? എന്നെ ഒന്ന് വെറുതെ വിടും മമ്മി, പ്ലീസ്. ജിബിയെ കൈകൂപ്പി യാചിച്ചു. അസ്പഷ്ടമായി എന്തോ പുരുപുറത്തുകൊണ്ട് ബിൻസി അടുക്കളയിലേക്ക് പോയി. നെല്ലിക്കുന്നേ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ പുന്നക്കാട്ട് വീട്ടിലും അറിയുന്നുണ്ടായിരുന്നു. പ്രാവിത്താനത്തു നിന്നും പെണ്ണിന്റെ കൂട്ടർ നെല്ലിക്കുന്നേൽ വീടും ചുറ്റുപാടുകളും കാണാനും കല്യാണം ഉറപ്പിക്കാനുമായി വന്നു. അതിനു മുമ്പ് ഒരു തവണ റോബിൻസ് പ്രാവിത്താനത്ത് പോയി ഔപചാരികമായി പെണ്ണ് കാണൽ നടത്തിയിരുന്നു. പ്രാവിത്താനത്തു നിന്നും പെണ്ണിന്റെ കൂട്ടർ നെല്ലിക്കുന്നേൽ വീട്ടിൽ വന്ന ദിവസം കല്യാണം വാക്കാൻ ഉറപ്പിച്ചു. ഇനി മനസമ്മതം പെണ്ണിന്റെ ഇടവകയിൽ വെച്ച്. ഈ കാര്യങ്ങൾ ഓരോന്നും അറിയുമ്പോൾ ജിബിയയുടെ നെഞ്ച് തകരുന്നുണ്ടായിരുന്നു. ഓരോ ചടങ്ങ് നടക്കുമ്പോഴും ഓരോ വാതിലും മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നത് പോലെയും അടയുന്നത് പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. റോബിൻസിന്റെ ഓരോ കൈയിലും ഓരോ കാലിലും വലിയ ഇരുമ്പു ചങ്ങലകൾ വന്നു വീഴുകയാണ്. എങ്കിലും പ്രതീക്ഷയുടെ ഒരു തിരുനാളം അവളുടെ മനസ്സിൽ അണയാതെ കിടന്നു. റോബിൻസ് തന്നെ പോലെ വേദനിക്കുന്നുണ്ടാവണം, തന്നെ പോലെ നെഞ്ചു പൊടിയുന്നുണ്ടാവണം. അവസാന നിമിഷം അവൻ എല്ലാ ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞ് എതിർപ്പുകാരെയെല്ലാം കുതിരെത്തെറിപ്പിച്ച് തന്റെ അടുത്തേക്ക് പാഞ്ഞു വരും. ലോകത്തോട് മുഴുവനായും അവൻ വിളിച്ചു പറയും, ആരും എന്നെ വിലയ്ക്ക് വാങ്ങാൻ നോക്കണ്ട. ജിബിയെ അല്ലാതെ ലോകത്തൊരു പെണ്ണിനെയും എനിക്ക് വേണ്ട. ഇവൾ എന്റെയാണ്. ഞങ്ങൾ ഹൃദയത്തിന്മേൽ ഹൃദയം അർപ്പിച്ച് സ്നേഹിച്ചവരാണ്. ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കും. ഞങ്ങളെ വേർപെടുത്താൻ നോക്കരുത്. ജിബി ആ രംഗം തന്റെ മനക്കണ്ണിൽ അനേകം തവണ കണ്ടിട്ടുണ്ട്. അവൾ ഒരു നാടകരംഗം പോലെയും സിനിമയിലെ സീൻ പോലെയും അത് മനസ്സിൽ ആവിഷ്കരിക്കുകയും അതിൽ വീറോടെ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സുപ്രധാന കഥാപാത്രമായ നായകൻ മാത്രം ഒരിക്കലും പുഴ കടന്നെത്തിയില്ല. പവിത്ര ഒരു ദിവസം ജിബിയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ജിബിയെ ചങ്കു കലങ്ങി കരഞ്ഞു വിറച്ചു കിടക്കുന്നത് കണ്ട് അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അവൾ എത്ര ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ജിബിയയ്ക്ക് അതിൽ നിന്നും ഒരിറ്റു സമാധാനം പോലും കിട്ടുന്നില്ല. തീയാണ്. എൻ്റെ ചങ്കില് മാത്രമല്ല, എൻ്റെ ഞരമ്പിലും ചോരയിലും അസ്ഥിയിലും തീയാണ്. എനിക്കിനി ജീവിക്കേണ്ട പവി. ചങ്കു പൊട്ടി മരിച്ചാൽ മതി. മുഖം വിറച്ച് വിറച്ച് അവൾ കരയുന്നത് കണ്ടിട്ട് അങ്ങനെ തന്നെ സംഭവിച്ചേക്കുമെന്ന് പവിത്ര ഭയന്നു. ഞാൻ റോബിൻസിനെ കണ്ടൊന്ന് സംസാരിച്ചാലോ? പവിത്ര അതിനും ഒരുക്കമായിരുന്നു. വേണ്ട വേണ്ട, ജിബിയ കൈയെടുത്ത് വിലക്കി. പോയിക്കോട്ടെ, എന്നോട് അത്രയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ള സ്നേഹം. ഞാനിവിടെ പച്ചമരം തീ പിടിച്ച് കത്തുന്നത് പോലെ അതൊന്നും കാണാൻ മനസ്സില്ലാതെ പോയല്ലോ. തിരികെ പോകുമ്പോൾ നെല്ലിക്കുന്നേൽ വീടിന് നേർക്ക് പവിത്രയുടെ കത്തുന്ന നോട്ടം നോക്കി നിമിഷങ്ങളോളം നിന്നു. അവൾ ആ വീടിനെ ശപിച്ച് ചാമ്പലാക്കണമെന്ന് തോന്നി. ജൂൺ മാസാരംഭത്തോടെ കാലവർഷപ്പെയ്ത്ത് തുടങ്ങിയിരുന്നു. മീനച്ചിലാർ കലങ്ങി മറിഞ്ഞ് നിറഞ്ഞൊഴുകാൻ ഏതാനും ദിവസങ്ങളെ വേണ്ടി വന്നുള്ളൂ. പാറക്കടവും ആറിന് നടുവിലെ പരന്ന പാറയും വെള്ളത്തിനടിയിലായി. ഇതിനിടയിൽ റോബിൻസിന്റെ മനസ്സമ്മതം കഴിഞ്ഞു. ജിബിയെ ഇപ്പോൾ കരയുന്നില്ല. പക്ഷേ അവൾ എന്തോ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മുഖം കണ്ടാലറിയാം. ആരോടും മിണ്ടാട്ടമില്ല. തനിക്ക് ചുറ്റും നടക്കുന്നതൊന്നും അവൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല. ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്നവരെ പോലെയാണ്. റോബിൻസിന്റെ കല്യാണ ദിവസം അടുത്തു വരികയാണ്. തീക്കോയി സെന്റ് മേരീസ് പള്ളിയിൽ വെച്ചാണ് വിവാഹം. ബിൻസി, അവളുടെ മേൽ എപ്പോഴും ഒരു നോട്ടം വേണം. അവളെന്തോ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്.
ജോർജ് കുട്ടി ഭാര്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി. അധ്യായം 4. ബിൻസി പിന്നാമ്പുറത്തെ ചായപ്പിനോട് ചേർന്നുള്ള കുളിമുറിയിൽ കയറിയപ്പോഴാണ് ജിബിയ നോട്ട്ബുക്കിൽ നിന്നും താൾ കീറിയെടുത്ത് എഴുതാനിരുന്നത്. എഴുതി നിറയ്ക്കാൻ ഒരു കടലാസോ ഒരു ബുക്കോ പോരാ, ഒരു കെട്ട് ബുക്കുകൾ വേണമെന്ന് അവൾക്ക് തോന്നി. അത്രയധികം എഴുതാനുണ്ട്. നീതിപീഠത്തിലിരുന്നു കൊണ്ട് ന്യായാധിപൻ ചോദിക്കുന്നതിനേക്കാൾ യുക്തിയുക്തമായി തലനാരിഴ കീറിയും പിളർന്നെടുത്തും ചോദ്യങ്ങൾ അവൾക്ക് ചോദിക്കാനുണ്ട്. പക്ഷേ എഴുതാനിരുന്നപ്പോൾ മനസ്സ് ശൂന്യമായതുപോലെ. എന്തെഴുതും? എവിടെ നിന്ന് തുടങ്ങും? റോബിൻസിനെ ആദ്യം കണ്ട ഓർമ്മയെക്കുറിച്ചും ഒരു വാചകം എഴുതിയാലോ എന്ന് അവൾ ആലോചിച്ചു. അക്കരെ ആറ്റിറമ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന നാട്ടുമാവിലേക്ക് കുട്ടികൾ കല്ലെറിയുന്ന ദൃശ്യം അവൾ ഓർത്തു. 10, 12, 14 വയസ്സ് മാത്രം പ്രായമുള്ള ബാലന്മാരുടെ ചെറു സംഘം. ആ കൂട്ടത്തിൽ റോബിൻസും ഉണ്ടായിരുന്നു. തനിക്കെന്ന് 4 5 വയസ്സ്. ആൺകുട്ടികൾ കല്ലെറിഞ്ഞ് മാമ്പഴം വീഴ്ത്തുന്നത് കാണാൻ കൗതുകം പൂണ്ടു നിൽക്കുമ്പോഴാണ് മീനച്ചിലാറിന്റെ പാറക്കെട്ടുകളിൽ ഒരുമിത്തേഞ്ഞ് മിനുസമായ വെള്ളാരം കല്ലുകൾ പെറുക്കി ട്രൗസറിന്റെ പോക്കറ്റിലിട്ട് ഓരോന്നോരോന്നായി എടുത്ത് മാവിലേക്ക് എറിയുന്ന റോബിൻസ്. മാമ്പഴങ്ങളെക്കാൾ വീഴുന്നത് പച്ചമാങ്ങയാണ്. നോക്കി നിന്ന് തന്നെ അവൻ കൈമാടി വിളിച്ചു, മമ്മി. ആറ്റിറമ്പിലെ പാറമേൽ തുണിയലക്കുന്നുണ്ടായിരുന്നു. റോബിൻസിന്റെ അടുത്തേക്ക് ചെല്ലാൻ താൻ മടിച്ചു നിന്നപ്പോൾ അവൻ ഓടി വന്ന് ഒരു മാമ്പഴം കയ്യിൽ വെച്ച് തന്നിട്ട് തിരികെ ഓടിപ്പോയി. അതായിരുന്നു ആദ്യത്തെ കൂടിക്കാഴ്ചയുടെ സ്മരണ. പിന്നീട് അങ്ങോട്ട് എത്രയോ തവണ തമ്മിൽ കണ്ടു, ചിരിച്ചു, സംസാരിച്ചു. പള്ളിമുറ്റത്തും ഗ്രൗണ്ടിലും എത്രയോ തവണ ഒരുമിച്ച് നടന്നു. അവൻ്റെ വീട്ടിൽ എത്രയോ തവണ പോയി. അവൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. തൻ്റെ വീട്ടിലും അനേകം പ്രാവശ്യം അവൻ വന്നു. ആദ്യമായി പ്രണയം അങ്കുരിച്ചതും അവൾക്ക് ഓർമ്മ വന്നു. മാസാദ്യ വെള്ളിയാഴ്ചയിലെ രാവിലെ പള്ളിയിൽ പോയിട്ട് മടങ്ങുമ്പോൾ ആറ്റുതീരത്തെ ചോലമരങ്ങളുടെ തണലിൽ വെച്ച് അവൻ ചുറ്റും പരിഭ്രമത്തോടെ നോക്കി അടുത്തേക്ക് വന്നു. കടലാസ് ആരോയുടെ ആകൃതിയിൽ മടക്കിയ ഒരു മഞ്ഞക്കടലാസ് തന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിവർത്തി നോക്കണം, വേറെ ആരെയും കാണിക്കല്ലേ എന്ന്. എന്നിട്ട് അവൻ ഓടിപ്പോവുകയും ചെയ്തു. അതിൽ ഐ ലവ് യു എന്ന് പച്ച സ്കെച്ച് പെൻ കൊണ്ട് എഴുതിയിരിക്കുന്നു. അന്നുണ്ടായ ഒരു പരിഭ്രമം, അന്നനുഭവിച്ച വേവലാതി, അന്ന് ഹൃദയത്തിൽ അങ്കുരിച്ച അനുഭൂതികൾ. എത്രയോ നാൾ ആ കടലാസ് ആരോ നിധി പോലെ സൂക്ഷിച്ചു വെച്ചു. അവിടുന്ന് അങ്ങോട്ട് ഒഴുകി തുടങ്ങിയ പ്രേമത്തിന്റെ അരുവി. ഒടുവിലത് ജീവനിലും ഉടലിലും ഹൃദയത്തിലും അലതല്ലുന്ന പ്രണയസമുദ്രമായി മാറി. എല്ലാം അവൾ ആദ്യം മുതൽ അവസാനം വരെയും ഓർമ്മകളുടെ അടരുകളിൽ നിന്നും വീണ്ടും വീണ്ടും കണ്ടു. മറ്റന്നാൾ റോബിൻസിന്റെ വിവാഹമാണ്. തിക്കോയ് സെന്റ് മേരീസ് പള്ളിയുടെ അൾത്താരയ്ക്ക് മുന്നിൽ വെച്ച് റോബിൻസൺ പ്രതിസുത വധുവായി അണിഞ്ഞൊരുങ്ങി താൻ നിൽക്കാൻ കൊതിച്ചു കാത്തിരുന്ന അതേ സ്ഥാനത്ത് വേറൊരു പെണ്ണ് വന്ന് നിൽക്കുന്നു. ഏതൊരാൾ ചാർത്തുന്ന താലിയാണോ താൻ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കഴുത്തിലണിയാൻ കാത്തിരുന്നത്, അയാൾ ആ താലി മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ ചാർത്തു. താനും റോബിൻസും ഒന്നിച്ചു വർത്തമാനം പറഞ്ഞും ചിരിച്ചും പള്ളിയിൽ പോവുകയും തിരിച്ചു വരികയും ചെയ്തിരുന്ന അതേ പാതയിലൂടെ ഇനി റോബിൻസിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ മറ്റൊരു പെണ്ണ് നടക്കും. തൻ്റെതായി എന്തെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം മറ്റൊരു പെണ്ണിനെന്ന് അധീനപ്പെടുത്തും. തൻ്റെതായിരുന്ന ലോകത്തു നിന്നും താൻ സ്വപ്നം കണ്ട ജീവിതത്തിൽ നിന്നും താൻ എന്നേക്കുമായി പുറന്തള്ളപ്പെടും. പിന്നെ ബാക്കി എന്തുണ്ട്? ഈ ശരീരം മാത്രം. ഇതെന്തിനാണ് അവശേഷിക്കുന്നത്? ആർക്കു വേണ്ടി? ഇല്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും ജിബിയയ്ക്ക് കണ്ടെത്താനാവുന്നില്ല. തനിക്ക് ആവശ്യമില്ലാത്ത ജീവിതം വെറുതെ എന്തിനു ചുമക്കുന്നു? നീക്കുപോക്കുകളില്ലാത്ത, മരണമെന്ന സുസ്ഥിരരില്ലാത്ത മറ്റൊന്നും സ്വീകാര്യമല്ല. പക്ഷേ റോബിൻസിനെ വെറുതെ വിട്ടയക്കണം. സ്നേഹത്തിന്റെ അടയാളങ്ങൾ കാട്ടി പ്രണയ സമ്മാനങ്ങൾ നൽകി ഒടുവിൽ വഞ്ചിച്ചിട്ട് ഉപേക്ഷിച്ചു പോകുന്ന അവനെ തൻ്റെ മനസാക്ഷിയുടെ കോടതിയിൽ മാപ്പില്ല. എന്നൊന്നും ഓർത്തിരിക്കാൻ അവനൊരു സമ്മാനം കൊടുക്കട്ടെ. അത് തൻ്റെ ശവം തന്നെ ആയിക്കോട്ടെ. പുതുമണവാട്ടിയോടൊപ്പം ഉറങ്ങുന്ന ഓരോ രാത്രിയിലും അവൻ തൻ്റെ ശവം പേടി സ്വപ്നത്തിൽ കണ്ട് ഞെട്ടിയുണരണം. ജിബിയ ഇങ്ങനെ എഴുതി: എൻ്റെ 14-ാം വയസ്സിൽ എന്നെ സ്നേഹിക്കുകയും അന്നു മുതൽ എന്നെ കല്യാണം കഴിക്കുമെന്ന് വാക്കുപറഞ്ഞ് ഒടുവിൽ വഞ്ചിക്കുകയും എന്നെ അപമാനിച്ച് ഉപേക്ഷിക്കുകയും ചെയ്ത നെല്ലിക്കുന്നേൽ റോബിൻസ് എന്ന അല്ലാതെ മറ്റൊരാളും എൻ്റെ മരണത്തിന് ഉത്തരവാദിയില്ല. സാധിക്കുമെങ്കിൽ റോബിൻസിന്റെ കല്യാണം നടക്കുന്ന അതേ സമയത്ത് അതേ പള്ളിയിൽ എൻ്റെ അന്ത്യകർമ്മങ്ങളും നടത്തണം. ഇതെൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്. എഴുതിയ കുറിപ്പ് അവൾ ഒന്നുകൂടി വായിച്ചു.
പോരെന്ന് തോന്നി. കുറെ കൂടി എഴുതണം. റോബിൻസിനെയും വീട്ടുകാരെയും പോലീസ് വെറുതെ വിടരുത് എന്നെഴുതി ചേർക്കണം. തന്റെ ജീവിതം 18-ാം വയസ്സിൽ അവസാനിപ്പിക്കേണ്ടി വന്നതിന് അവരും കാരണക്കാരാണ് എന്ന് കൂടി ചേർക്കണം. അടുത്ത നിമിഷം അവൾക്ക് തോന്നി അതിനൊന്നും ഒരർത്ഥവുമില്ലെന്ന്. വേണ്ട, ഇനിയൊന്നും ചേർക്കണ്ട. അവൾ കടലാസ് 4ആയി മടക്കി. റോബിൻസ് പണ്ട് സമ്മാനിച്ച ഒരു ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡ് കവറിനുള്ളിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് അതിനുള്ളിൽ കത്തുവെച്ച്. പോലീസ് അറിയാൻ എന്ന് കവറിന്റെ പിൻഭാഗത്ത് എഴുതി. 2 വർഷം മുമ്പ് റോബിൻസ് ക്രിസ്മസ് കാർഡിനൊപ്പം എഴുതിയ ദീർഘമായ പ്രണയലേഖനം കവറിന്റെ അടിയിൽ വെച്ച്. എല്ലാറ്റിനും മീതെ നോട്ട്ബുക്ക് വെച്ചു. രാത്രിയാകാൻ വേണ്ടി ജിബിയെ കാത്തിരുന്നു. തീക്കോയി പള്ളിവാതുക്കൽ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയ ജോർജ് കുട്ടി കടപ്ലാക്കൾ കടവുപാലം കടന്ന് കടുക്കാസെറ്റ് വീട്ടിലെത്തിയപ്പോൾ 8 മണി കഴിഞ്ഞു. അപ്പോൾ കനത്ത മഴയുണ്ടായിരുന്നു. വന്നയുടനെ അയാൾ ബിൻസിയോട് പറഞ്ഞു, ആറ്റില് വെള്ളം വരവാണ്. മുകളിലെവിടെയോ ഉരുളി വിട്ടെന്ന് തോന്നുന്നു. പൊട്ടാണ്ടിരിക്കുന്നത് എങ്ങനെയാ? എന്നാ മഴയാ? ബിൻസി പറഞ്ഞു. ആളിപ്പം എങ്ങനെയുണ്ട്? നീ നോക്കുന്നുണ്ടായിരുന്നോ? മുഖത്തിനൊന്നും ഒരു മാറ്റമില്ല. ഞാൻ കുറെ ആശ്വസിച്ചു, കുറെ വഴക്ക് പറഞ്ഞു നോക്കി. എവിടുന്ന്? അരകലിന് കാറ്റ് പിടിച്ചോലെ ഒറ്റ ഇരിപ്പാ. ആ കല്യാണം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു, ജോർജ് കുട്ടി ആരോടൊന്നില്ലാതെ പറഞ്ഞു. കുടുംബ പ്രാർത്ഥനയും അത്താഴവും കഴിഞ്ഞ് 9:30 സമയോട് അടുത്ത് എല്ലാവരും ഉറങ്ങാൻ കിടന്നു. ജിബിയെ കിടക്കുന്ന മുറിയിൽ തന്നെയാണ് ജോസ്നയും കിടന്നത്. ആ മുറിക്കുള്ളിലേക്ക് വാതിലിന് കതകില്ല, ഒരു കട്ടം മാത്രമാണ് വാതിൽ മറ. കിടക്കുന്നതിന് മുൻപ് ജോർജ് കുട്ടി ഓടാമ്പലിട്ട് പൂട്ടിയിരുന്നു. അടുക്കള വാതിൽ പൂട്ടാൻ നിവൃത്തിയില്ല. അടച്ച് സാക്ഷിയിടാനും പറ്റും. എങ്കിലും അടുക്കളവാതിൽ ചേർത്തടിച്ചു കഴിഞ്ഞാൽ ശബ്ദമുണ്ടാക്കാതെ ആർക്കും തുറക്കാൻ പറ്റില്ല. മഴക്കാലമായതുകൊണ്ട് ഈർപ്പമടിച്ച് കതക് പലക വല്ലാതെ ഞെരുങ്ങിയാണ് അടയുന്നത്. അത് തുറക്കണമെങ്കിൽ ബലം പ്രയോഗിക്കണം. ആ ഒരു സമാധാനത്തിലാണ് ബിൻസി ഉറങ്ങാൻ കിടന്നത്. രാത്രി എപ്പോഴോ ജിബിയെ എഴുന്നേറ്റു. അവൾ ഉറങ്ങാതെ വിറങ്ങലിച്ച് കിടക്കുകയായിരുന്നു. കട്ടിലിൽ കുറച്ചു നേരം അനങ്ങാതിരുന്നു. കണ്ണുകൾ മുറിയിൽ ഇരുട്ടുമായി പഴകി. തലയണക്കടിയിൽ നിന്നും അവൾ ആത്മഹത്യക്കുറിപ്പെടുത്ത് ഡെസ്കിന് മീതെ വെച്ചു. റോബിൻസിന്റെ കത്തും കാർഡും നോട്ട്ബുക്കും എല്ലാം അതിനടിയിലുണ്ട്. ജിബിയയ്ക്ക് ഒരിടർച്ചയും തോന്നിയില്ല. മുൻകൂട്ടി തീരുമാനിച്ചതിനൊന്നും ഒരിളക്കവുമില്ല. ആരോടും സ്നേഹമോ നന്ദിയോ കുറ്റബോധമോ ഒന്നുമില്ല. പ്രണയസങ്കടത്തിന്റെ ആഴത്തടാകം പ്രണയനീരസത്തിന്റെ ഇമക്കാറ്റടിച്ച് ഉറഞ്ഞ് മഞ്ഞുമാ പാറ പോലെ ഉറഞ്ഞു കഴിഞ്ഞിരുന്നു. ചിരപരിചയം കൊണ്ട് വീടിന്റെ ഉൾത്തളങ്ങൾ ഹൃദ്യസ്ഥമായതിനാൽ എഴുന്നേറ്റ് മുറിവിട്ടിറങ്ങാൻ ഒരു തടസ്സവും അവൾക്ക് അനുഭവപ്പെട്ടില്ല. മുൻവാതിൽ പപ്പ പൂട്ടുന്നുണ്ടെന്ന് അവൾക്കറിയാം. അടുക്കള പിച്ചാത്തിയുടെ മൂല കതകിനും കട്ടിളക്കും ഇടയിൽ തിരിങ്ങി അല്പാൽപമായി അവൾ പിൻവാതിൽ തുറന്നു. വെളിയിൽ ആർത്തലയ്ക്കുന്ന മഴ എരിച്ചിലടിച്ച് അവളുടെ പാദങ്ങൾ നനഞ്ഞു. ജിവിയെ ശബ്ദമുണ്ടാക്കാതെ വാതിൽ ചാരി. എന്നിട്ട് മഴയത്തേക്ക് ഇറങ്ങി നടന്നു. ചന്ദ്രപക്ഷമായതിനാൽ നേരിയ ആകാശവട്ടം കാണാം. ആറ്റിറമ്പിലേക്കുള്ള വഴി കാണാപ്പാടമാണ്. കണ്ണുകെട്ടി വിട്ടാലും കാലിടറാതെ പോകും. മീനച്ചിലാർ ഇരമ്പിപ്പായുന്ന ശബ്ദം കേൾക്കാം. ഇരുട്ടിൽ അവിടെ തടിച്ചു കാണപ്പെട്ട റബ്ബർ മരങ്ങൾ അനങ്ങാതെ നിൽക്കുന്ന മനുഷ്യരൂപങ്ങളാണെന്ന് അവൾ ഒരു വേള സംശയിച്ചു. പാറക്കടവിലെത്തി. ഭീതിതമായ ഒരു മുഴക്കത്തോടെ, അഹങ്കാരത്തിൻ്റെതായ ഒരു ഇരമ്പത്തിലൂടെ കലങ്ങി മറഞ്ഞൊഴുകുന്ന മീനച്ചിലാർ മങ്ങിക്കാണാം. പാറക്കടവിലെ പാറയും വെള്ളവും വന്ന് മൂടിക്കഴിഞ്ഞിരിക്കുന്നു. അവൾ കയ്യാലക്കെട്ടിലെ കുത്തുകല്ലിലിറങ്ങിയാൽ കാൽ നീട്ടിയതും ആനയുടെ മുതുകു പോലെയുള്ള പാറയിലെ പാദം മൂടുന്ന വെള്ളത്തിൽ നിന്നുകൊണ്ട് ഒരാൾ രൂപം അവളോട് ചോദിച്ചു, എങ്ങോട്ടായി ഈ രാത്രിയിൽ? ജിബിയ അടിമുടി ഞെട്ടിത്തിരിച്ചു. ആറ്റിൽ അലക്കിയ തുണികൾ ഉണക്കാനിടാൻ ഉപയോഗിക്കുന്ന പാറയമ്മേൽ അയാളങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുകയാണ്. അയാളങ്ങനെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എവിടെ നിന്ന് മനസ്സിലായി? ജിബിയ നിലവിളിക്കാൻ ശബ്ദം കിട്ടിയില്ല. അവളുടെ പല്ലുകൾ കൂട്ടിത്തുള്ളി, കാൽമുട്ടുകൾ കുലുങ്ങി വിറച്ചു. എന്നെ മനസ്സിലായില്ലേ? കുട്ടിച്ചനാ, മുരിക്കോലിക്കലെ. ജിബിയയ്ക്ക് ആളെ മനസ്സിലായി. പള്ളിവാതുക്കലുള്ള പാലത്തിങ്കിൽ നിന്നും കുറെ കൂടി മുകളിലേക്ക് മാറി പുറമ്പോക്കിൽ താമസിക്കുന്ന ആളാണ്. കൂലിപ്പണിയും ആറ്റുമീൻപിടുത്തവുമാണ് തൊഴിൽ. പല ആറ്റുകടവുകളിലും അയാൾ വലയും ചൂണ്ടയും മീൻകുടയുമായി നിൽക്കുന്നത് ജിബിയെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അയാളുടെ കയ്യിൽ ഒന്നുമില്ല. മീൻ പിടിക്കാൻ ഇറങ്ങുന്നതാണെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ കാണണ്ടേ? നീ ആ ജോർജ് കുട്ടിയുടെ മോളല്ലേ?
ചുമ്മാ മഴ നനയാതെ വീട്ടിൽ കയറിപ്പോ കൊച്ചെ. ജിബിയ സ്തംഭിച്ചു നിന്നു. ഞാൻ കൊണ്ടുവിടാം, നടക്ക്, അയാൾ പറഞ്ഞു. ഗത്യന്തരമില്ലാതെ ജിബിയെ തിരിഞ്ഞു നടന്നു. അല്പം നടന്നിട്ട് ജിബിയെ തിരിഞ്ഞു നോക്കി. ആളെ പിറകെയുണ്ട്. വീട്ടുമുറ്റത്തിന് താഴെ എത്തിയപ്പോൾ അയാൾ ഇത്രയും കൂടി കയറി പറഞ്ഞു. നിനക്ക് മരിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല, കയറിപ്പോക്കോ. ജിബിയുടെ നെഞ്ചിലൊരു ഇടിവാൾ മിന്നി. താൻ മരിക്കാൻ പോവുകയാണെന്ന് ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി? ജിബിയ കൽപ്പടികൾ കയറി മുറ്റത്തെത്തിയിട്ട് തിരിഞ്ഞു നോക്കി. കുട്ടിച്ചൻ അവിടെ പോയി? കാണാനേ ഇല്ല. ഇത്ര പെട്ടെന്ന് പോയി കളഞ്ഞു. വീട്ടിനുള്ളിൽ വെളിച്ചം, വരാന്തയിൽ ലൈറ്റ് കൊണ്ടുനിന്നു. വീട്ടിനകത്ത് മമ്മി ഉറക്കെ നിലവിളിക്കുന്നു. ജോറൂട്ടിച്ചായ, നമ്മുടെ കൊച്ചു പോയല്ലോ. എന്റെ ദൈവമേ. പപ്പ ടോർച്ചുമെടുത്ത് മുറ്റത്തെ മഴയിലേക്ക് ചാടിയിറങ്ങുന്നു. ജിബിയ മുറ്റത്തിന്റെ കോണിൽ നനഞ്ഞു കുതിർന്ന് നിൽക്കുന്നത് കണ്ട് ജോർജ് കുട്ടി ഒരു നിമിഷം സ്തംഭിച്ചു. പിന്നെ മകളുടെ അടുത്തേക്ക് ചെന്ന് കൈ നിവർത്തി അവളെ ചെകിടത്തൊരടി കൊടുത്തു. നീ ചാകാൻ ഇറങ്ങിയതാ അല്ലയോടി? അവൾ പല്ലു കടിച്ച് ചീറി. അപ്പോഴേക്കും മുറ്റത്തേക്ക് ബിൻസി ഓടി വന്നു. എന്റെ മോളെ, നിനക്ക് എങ്ങനെ തോന്നിയടി ഞങ്ങളെ കേട്ടേച്ചു പോകാൻ? നിലവിളിച്ചുകൊണ്ട് ബിൻസി മകളെ ഉടമ്പടക്കം കെട്ടിപ്പിടിച്ചു. അവളെ അങ്ങനെ തന്നെ ചേർത്ത് പിടിച്ച് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. കരഞ്ഞുകൊണ്ട് അവളുടെ തല തുകർത്തുകയും നനഞ്ഞു വിറച്ചു നിന്ന അവളെ പുതപ്പിക്കുകയും ചെയ്തു. ഞങ്ങളെ ആരെയും നീ ഓർത്തില്ലല്ലോടി കൊച്ചെ. എങ്ങനെ വളർത്തിക്കൊണ്ടുവന്നാ നിന്നെ ഞങ്ങൾ? നീ പോയിട്ട് ഞങ്ങൾ പിന്നെ എന്നാത്തിനാടി ജീവിച്ചിരിക്കുന്നത്? ബിൻസിക്ക് എത്ര പറഞ്ഞിട്ടും കരഞ്ഞിട്ടും സങ്കടം തീരുന്നില്ല. ഒടുക്കം ജിബിയുടെ മനസ്സുരുകി. അതുകണ്ട് ജോസ്നയ്ക്കും കരച്ചിൽ വന്നു. ജോർജ് കുട്ടി വരാന്തയിലെ ബെഞ്ചിൽ റബ്ബർ മരങ്ങൾക്ക് മീതെ അലച്ചു വീഴുന്ന മഴയുടെ രംഭത്തിലേക്കും ഇരുട്ടിലേക്കും നോക്കി. പ്രതിമ പോലെ അങ്ങനെയിരുന്നു. പിറ്റേന്ന് അതിരാവിലെ വെട്ടം വീഴുമ്പോഴേക്കും ആളുകൾ ആറ്റിറമ്പിൽ കൂടി. തിരിഞ്ഞു നടക്കുന്നത് കണ്ട് ജോർജ് കുട്ടി എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നു. ഇന്നലെ രാത്രി മുതൽക്കേ നൂരിക്കോലിക്കലെ കുട്ടിച്ചനെ കാണാനില്ല. ആലാനിക്കലെ ഗൗസേപ്പച്ചൻ പറഞ്ഞു. എന്തുപറ്റി? ജോർജ് കുട്ടി ചോദിച്ചു. സന്ധ്യയ്ക്ക് കടപ്ലാക്കൽ കടവിൽ വല വീശാൻ ഇറങ്ങിയതാ. പിന്നെ ആളെ കണ്ടിട്ടില്ല. വേറെ വല്ലയിടത്തും പോയതായിരിക്കും. അല്ലെന്ന് 8-8:30 മണിക്ക് മൂത്ത മകൻ ചെന്ന് നോക്കുമ്പോൾ ടോർച്ചും മീൻകൂടയും ചെരുപ്പും കടവിലിരിപ്പുണ്ട്. ആളെ കാണാനില്ല, വലയില്ല. ഒഴുകിപ്പോയതാണോ? അല്ലാതെ പിന്നെ. രാത്രി തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. രാവിലെ ഫയർഫോഴ്സിനെയും വിളിച്ചു പറഞ്ഞു. മീനച്ചിലാറിന്റെ ഇരുകരയിലൂടെയും ആളുകളുടെ ചെറുസംഘം കുട്ടിച്ചനെ തിരഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. രാത്രി കെട്ടിപ്പിടിച്ച് കൂടെ കിടത്തി ഉമ്മകൾ കൊണ്ട് മൂടി ബിൻസി ഉറക്കിയ ജിബിയ വളരെ വൈകിയാണ് ഉറങ്ങുന്നത്. അപ്പോഴേക്കും ആറ്റിൻകരകളിൽ ആളുകൾ പെരുകിക്കഴിഞ്ഞിരിക്കുന്നു. ഈരാറ്റുപേട്ടയിൽ നിന്നും പോലീസ് എത്തി തിരച്ചിൽ തുടങ്ങി. വിവരമറിഞ്ഞതും ജിബിയ ഞെട്ടിത്തെറിച്ചു ശ്വാസം വിലങ്ങിയിരുന്നു പോയി. ഇന്നലെ രാത്രി 8:30 മണിക്ക് കാണാതായ കുട്ടിച്ചൻ താനെങ്ങനെയാണ് 10-12 മണിക്ക് കണ്ടത്? പാറക്കടവിൽ നിന്നും 1.5 കിലോമീറ്റർ മുകളിലാണ് കുട്ടിച്ചനെ കാണാതായ കടവ്. ജിബിയുടെ മേലാസകലം കുളിരുകോരിയിട്ടു. താൻ ആറ്റിക്കര വരെ പോയതാ കുട്ടിച്ചൻ ഒന്ന് തിരികെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതോ അവൾ ഇതുവരെ ആരോടും പറഞ്ഞില്ല. 9 മണിയോടെ ജോർജ് കുട്ടി തിരിച്ചു വന്നു. ഭക്ഷണം കഴിച്ചു. അയാള് ബിൻസിയോട് പറഞ്ഞു, നീ ബിയാമോളെയും കൂട്ടി വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വാ. ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി. അവിടെ ആകുമ്പോൾ അവൾക്കൊരാശ്വാസം കിട്ടും. കളത്തുകടവിലാണ് ബിൻസിയുടെ വീട്. അമ്മയും ബിൻസിയുടെ ഇളയ സഹോദരനും കുടുംബവുമാണ് അവിടെ താമസം. ഇടമറകിൽ ബിൻസിയുടെ മൂത്ത സഹോദരൻ താമസിക്കുന്നുണ്ട്. 10 മണിയോടെ ബിൻസി ജിബിയെയും കൂട്ടി കളത്തുകടവിലേക്ക് യാത്രയായി. അന്ന് പകൽ മുഴുവൻ കുട്ടിച്ചന് വേണ്ടിയ നാട്ടുകാരും പോലീസും തിരച്ചിൽ നടത്തിയെങ്കിലും ഒരടയാളവും ലഭിച്ചില്ല. അതിനടുത്ത ദിവസം നെല്ലിക്കുന്നേൽ റോബിൻസും പ്രവിത്താനങ്കാരി ജെന്നി ജോൺസും തമ്മിലുള്ള വിവാഹം തിക്കോയി സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് നടന്നു. അന്ന് മീനച്ചിലാറ്റിൽ കുട്ടിച്ചന്റെ മൃതദേഹത്തിന് വേണ്ടി തിരച്ചിൽ നടന്നു. അതിന് പിറ്റേന്ന് പാറക്കടവിൽ നിന്നും കുറച്ച് താഴെയായി മറുതായ കയത്തിനരികെ ആറ്റിലേക്ക് ചാഞ്ഞു നടന്ന ചോലമരങ്ങൾക്കിടെ വേരുകൾക്കിടയിൽ കാൽ കുരുങ്ങിയ നിലയിൽ മൂരിക്കോലിക്കൽ കുട്ടിച്ചന്റെ മൃതദേഹം കിട്ടി. പവിത്ര താടിക്ക് കൈപ്പൊത്തിയൊന്നി വല്ലായ്മയോടെ ജിബിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു നിമിഷങ്ങളോളം. എന്നാലും നിനക്ക് ചത്ത് കളഞ്ഞേക്കാമെന്ന് തോന്നിയല്ലോ. എന്നെപ്പോലെ നീ ഓർത്തില്ലല്ലോ. പവിത്ര ആവലാതിപ്പെട്ടു.
എനിക്കന്നേരം ഒരു ബാധ കയറിയതുപോലെയായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ചത്താൽ മതി. ഇപ്പോഴോ? ഇപ്പോഴേ കുറേ ദിവസം കഴിഞ്ഞില്ലേ? മനസ്സും നടങ്ങി. അമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹം. മാമച്ചനങ്ങൾ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയി, ഹോട്ടലിൽ കൊണ്ടുപോയി ബിരിയാണി ഐസ്ക്രീം ഒക്കെ വാങ്ങിത്തന്നു. എനിക്ക് ഡ്രസ്സ് വാങ്ങിത്തരുന്നു. വല്യമ്മച്ചിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടം. ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ അവരൊക്കെ എന്തുമാത്രം സങ്കടപ്പെട്ടനല്ലേ. പിന്നല്ലേ, നീ അതൊന്നും ചിന്തിച്ചില്ലേ? ആ, അതൊക്കെ കഴിഞ്ഞില്ലേ, പോട്ടെ. ഇപ്പോൾ നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? അതൊന്നും പെട്ടെന്ന് മാറത്തില്ല. ചില നേരത്ത് വല്ലാത്ത സങ്കടം വരും. അന്നേരം ഭിത്തിയിലോട്ട് തലയിട്ടടിക്കാൻ തോന്നും, ദിവ്യ പറഞ്ഞു. പവിത്ര അവളുടെ വിരലുകളെ തഴുകി. നീ അതൊക്കെ മറക്കണം കേട്ടോ. 18 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ജീവിതം എന്തോരം ബാക്കി കിടക്കുന്നു. അതോർക്കുമ്പോഴാ കൂടുതൽ മനപ്രയാസം. നീ ആ കുട്ടിച്ചൻ്റെ കാര്യം പറഞ്ഞത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പവിത്ര സംഭാഷണത്തിന് വലിയ തിരിച്ചിട്ടു. എനിക്കത് എത്ര ആലോചിച്ചിട്ട് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. അന്ന് രാത്രി ഏകദേശം 9 മണിക്ക് മുൻപേ കുട്ടിച്ചൻ ആറ്റിൽ വീണ് ഒഴുകിപ്പോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മരണസമയം 10 മണിക്ക് മുൻപേന്നാ. പക്ഷേ ഞാൻ കാണുമ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ട്, ജിവിയെ പറഞ്ഞു. നിന്റെ തോന്നലായിരിക്കടാ. നീ സമയം നോക്കിയിട്ടാണോ ആറ്റിൽ ചാടാൻ ഇറങ്ങി തിരിച്ചത്? എല്ലാവരും കിടക്കുമ്പോൾ തന്നെ 9:30 കഴിഞ്ഞിടോ. പിന്നെ എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ എണീറ്റത്? അത് മാത്രമല്ല, പാലത്തിന്റെ മുകളിലത്തെ കടവിൽ വല വീശാൻ ഇറങ്ങിയ ആള് 1 കിലോമീറ്റർ താഴെ പാറക്കടവിൽ വരേണ്ട കാര്യം എന്താ? അതും വലയും ചൂണ്ടയും ഒന്നും കയ്യിലില്ലാതെ. ജിവിയെ തകർപ്പിച്ചു. നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. എനിക്കിത് പറയുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നു. പവിത്ര അസ്വസ്ഥത പ്രകടിപ്പിച്ചു. ശരി, നിന്റെ കല്യാണക്കാരി എന്തായി? അത് കുറേ പറയാണ്ട്. മാമന്മാരും മുത്തശ്ശിയും കൂടി എനിക്കൊരു കല്യാണം ഉറപ്പിച്ചിരുന്നല്ലോ. ഉവ്, ചങ്ങനാശ്ശേരിക്കാരുടെ. ആ, കല്യാണം നടക്കുന്നു തീർച്ചയായതാ. അപ്പോൾ മുത്തശ്ശന് അവരുടെ വീട് കാണണമെന്ന ഒരാഗ്രഹം. അങ്ങനെ മുത്തശ്ശൻ ചങ്ങനാശ്ശേരിക്ക് പോയി. തിരിച്ചു വന്നിട്ട് എല്ലാവരെയും വിളിച്ചു പറഞ്ഞു ആ കല്യാണം വേണ്ടാന്ന്. അതെന്താന്ന്? വെള്ളപ്പൊക്കം ഉണ്ടായ വീട്ടിൽ വെള്ളം കയറും. അത് മിക്കവാറും എല്ലാ വർഷവും അങ്ങനെയാണ്. 4 ചുറ്റും വെള്ളമാണെങ്കിലും കുടിവെള്ളം കിട്ടണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങണം. അവിടെ മനുഷ്യരല്ലേ ജീവിക്കുന്നത്? ജിവി ചോദിച്ചു. അത് മാത്രമല്ലെന്നേ, ആ വീട്ടിൽ പശുക്കളുണ്ട്, പാടവും നെല്ലും പണിക്കാരും ഉണ്ട്. കെട്ടാനുള്ള ചെറുക്കനും 3 അനുജന്മാരും, അച്ഛനും മുത്തശ്ശനും, പിന്നെ ചെറുക്കൻ്റെ അമ്മയും. നന്നായില്ലേ? അതുകൊണ്ടെന്താ കുഴപ്പം? ജിബിയ ആശ്ചര്യപ്പെട്ടു. അവർക്കെല്ലാം വെച്ച് വിളമ്പണ്ടേ? പശുക്കളെ കുളിപ്പിക്കുകയും ചാണകം വാരുകയും അവറ്റകൾക്ക് തീറ്റ കൊടുക്കുകയും ചെയ്യണ്ടേ? വീടും പരിസരവും തൂത്തു തുറക്കണ്ടേ? അലക്കണ്ടേ? അയൺ ചെയ്യണ്ടേ? ഞാൻ ചെന്നു കഴിയുമ്പോൾ ആ ജോലിയിലൊക്കെ എൻ്റെ തലയിലാകൂലേ? അതിപ്പോൾ ഏത് വീട്ടിൽ ചെന്നാലും പെണ്ണുങ്ങളുടെ ഗതി ഇതല്ലേ. അവിടെ വീട്ടുജോലിക്ക് ആരുമില്ലെന്ന്. അമ്മയായതുകൊണ്ട് മക്കളെ സഹായിക്കും. ഞാൻ ചെന്ന് കഴിയുമ്പോൾ അത് നിന്ന് പോകുന്ന മുത്തശ്ശൻ പറയുന്നത്. അപ്പോൾ നീ രക്ഷപ്പെട്ടു. കല്യാണം നടത്തുന്നില്ലെങ്കിൽ പഠിക്കാൻ പോവാനോ? ജിബിയ ഉത്സാഹത്തോടെ ചോദിച്ചു. അതൊന്നുമില്ലടാ, വേറെ കല്യാണം ആലോചിക്കുക. 2 കൂട്ടർ പെണ്ണ് കാണാൻ വന്നിട്ട് പോയി. ചെങ്ങന്നൂരിൽ നിന്ന് വന്നതാ. നല്ല ആലോചനയാ. നല്ല പൈസ ഉള്ളവരാ. എന്നെ ഇഷ്ടപ്പെട്ടു. ശ്രീധരമൊന്നും വേണ്ട, സ്വർണ്ണമൊക്കെ ഇങ്ങോട്ട് തരും. പക്ഷെ കെട്ടാനുള്ള ആള് മിലിറ്ററിയില്ല, അമ്മയില്ല. വീട്ടിലെ അച്ഛനും ചെറുക്കനും അനിയനും കല്യാണം കഴിക്കാത്ത കൊച്ചച്ഛനും മാത്രം. അങ്ങനെ ആണുങ്ങൾ മാത്രമുള്ള വീട്ടിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു മുത്തശ്ശി. അത് വേണ്ടാന്ന് വെച്ച്. കെട്ടുന്നയാളെ ലീവ് കഴിയുമ്പോൾ പട്ടാളത്തിലേക്ക് തിരിച്ചു പോകുമല്ലോ. നിനക്കിഷ്ടമായിരുന്നോ? ജിബിയെ ചോദിച്ചു. ഫോട്ടോ മാത്രമേ കണ്ടുള്ളൂ. ആളെ കാണണമെങ്കിൽ ലീവിന് വരണം. ഫോട്ടോ കണ്ടിട്ട് സുന്ദരനാ, പവിത്ര പറഞ്ഞു. അതുപേക്ഷിച്ചെങ്കിൽ പാരം വേറെ ആലോചനയുണ്ടോ? ഒരെണ്ണം പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാവരും കൂടെ എൻ്റെ കല്യാണം നടത്തി അടങ്ങത്തുള്ളൂ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് മോളെ. നടക്കാനുള്ളതാണെങ്കിൽ നടക്കും. മരിക്കാൻ പോയ എനിക്ക് അതിന് പറ്റിയില്ലല്ലോ. നന്നായി, എനിക്ക് നിന്നെ എന്നും ഇങ്ങനെ ജീവനോടെ കാണാമല്ലോ. പവിത്ര ആശ്വാസം കൊണ്ടു. എനിക്ക് നാട്ടിൽ നിന്ന് പോയാൽ മതി എന്ന ഇപ്പോഴത്തെ ആഗ്രഹം. എങ്ങോട്ട്? ഡിഗ്രിക്ക് ചേരണം. പാല അൽഫോൻസ കോളേജിൽ അല്ലെങ്കിൽ കോട്ടത്ത് PSM-ൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കണം. അത് നല്ലതാ. നീ വീട്ടിൽ പറ. മമ്മിയോട് ഞാൻ പറഞ്ഞു. മമ്മിയൊന്നും പറഞ്ഞില്ല. പപ്പയോട് ചോദിക്കണമായിരിക്കും. നീ നിർബന്ധിച്ച് പറഞ്ഞാൽ സമ്മതിക്കും, പവിത്ര പ്രോത്സാഹിപ്പിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ശേഷം നല്ല നേരം നോക്കി ജിബിയ ബിൻസിയെ ഒരിക്കൽ കൂടി ഓർമ്മിച്ചു. എൻ്റെ പഠിത്തക്കാര്യം മമ്മി പപ്പയോട് പറഞ്ഞായിരുന്നു. എൻ്റെ മോളെ, നീ ഏത് ലോകത്തായി ജീവിക്കുന്നത്? ഇവിടുത്തെ കഷ്ടപ്പാടും ദുരിതമൊന്നും നീ കാണുന്നില്ലേ? നിന്നെ ഹോസ്റ്റലിൽ താമസിപ്പിച്ച് പഠിപ്പിക്കണമെങ്കിൽ രൂപ എത്രയാണ് ചെലവ്?
നിന്റെ പപ്പ നട്ട് വളർത്തിയ ഒരു മരത്തേലും പണം കായ്ക്കുന്നില്ല. റബ്ബറിലാണെങ്കിൽ വില നിനക്കറിയാലോ. പ്രിയമുള്ള കൂട്ടുകാരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. ഈ നോവലിന്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. കമന്റുകൾ രേഖപ്പെടുത്താത്തവരെല്ലാം കമന്റുകൾ ചേർക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും. അപ്പോൾ വീണ്ടും പുതിയൊരു അധ്യായമായി നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.